മേഘാലയയിലെ ഗാരോ ഹിൽസിലുള്ള നമ്മുടെ സ്വന്തം നോവിയോടും ഫാമിലിയോടും യാത്ര പറഞ്ഞ് നമ്മളിന്ന് പുതിയൊരിടത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെയും അവരുടെ നിഷ്കളങ്കമായ മനസ്സും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് ഇവിടെ നിന്ന് മലനിരകളും കാടും ഒക്കെ താണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ്മര എന്ന് പറയുന്നൊരു നാടുണ്ട്. അവിടേക്കാണ് പോകുന്ന വഴിയിൽ തുറ എന്ന് പറയുന്ന വലിയൊരു പട്ടണത്തിലേക്കാണ് നമ്മൾ ആദ്യം എത്തിച്ചേരുക. നിങ്ങൾക്കറിയാവുന്ന പോലെ മേഘാലയയിൽ ഗാസി അതുപോലെ തന്നെ ഗാരോ ട്രൈബുകളാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഗാരോ ട്രൈബിൻ്റെ ഒരു തലസ്ഥാനം എന്ന് വേണമെങ്കിൽ ഈ ഒരു തുറയെ പറയാം. തുറയിൽ നിന്നും നമ്മൾ കാടും മലനിരകളും താണ്ടി എത്തുന്നത് നേരെ ബംഗ്ലാദേശ് അതിർത്തിയിലേക്കാണ് കേട്ടോ. നമ്മുടെ ഈ വലതുഭാഗത്തെ കമ്പിവേലിക്കപ്പുറം ബംഗ്ലാദേശ് എന്ന രാജ്യമാണ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതെ, അപ്പോൾ എങ്ങനെയാ ഇത്തവണ പോരുന്നില്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പ് യാത്രകളിലേക്ക്? ഇപ്രാവശ്യം ഉണ്ടല്ലോ പല ഡെസ്റ്റിനേഷനുകളുണ്ട്. നമ്മളുടെ ഹിമാലയൻ രാജ്യമായിട്ടുള്ള നേപ്പാൾ, നമ്മുടെ ഉണ്ണിക്കുട്ടൻ നേപ്പാള്, പിന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന നമ്മുടെ ടിബറ്റൻ സംസ്കാരങ്ങളൊക്കെ എന്താ പറയുക നേരിട്ട് കാണാൻ പറ്റുന്ന നമ്മളുടെ ലഡാക്കിലേക്കുള്ള യാത്ര, എപ്പോഴത്തെയും പോലെ നമ്മളുടെ ഭൂമിയിലെ സ്വർഗം കാശ്മീരിലേക്ക് നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോകാം. അതുകൂടാതെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൂടെ പ്രധാനമായിട്ടും ഈ ഹോൺബിൽ ഫെസ്റ്റിവലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന ആ തരത്തിലുള്ളൊരു ഗ്രൂപ്പ് യാത്ര, അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പ് യാത്രകൾ അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. കൂടാതെ ഉണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പ് യാത്രകളുടെ പുതിയ പുതിയ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വായോ നേരിട്ട് കാഴ്ചകൾ കാണാം. ഇനി നമുക്ക് ആ ഒരു ബംഗ്ലാദേശ് രാജ്യത്തിലേക്ക് കയറിയാണ് ഈ ബോർഡറിലൂടെ ഇന്ത്യ നിർമ്മിച്ചേക്കുന്ന ഒരു റോഡ് കടന്നു പോകുന്നത്. പലപ്പോഴായി നമ്മൾ ബംഗ്ലാദേശിലേക്ക് കയറിയും ഇറങ്ങിയുമാണ് ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ പോകേണ്ടിയുള്ളത്. നമ്മൾ സാധാരണ മറ്റ് അതിർത്തികളിൽ കാണുന്ന പോലുള്ള ഭീകരമായ ചെക്കിങ്ങുകളോ പട്ടാളത്തിൻ്റെ വലിയ വാരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ പറ്റില്ല. വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു ബോർഡർ റോഡാണ് നമ്മുടെ മുമ്പിലേക്ക് ഇവിടെ തെളിഞ്ഞു വരിക. ബംഗ്ലാദേശിൽ നിന്നും ഫെൻസിങ്ങിൻ്റെ ഗേറ്റ് കടന്ന് വീണ്ടും നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. പോകുന്ന വഴിയിൽ ഭീകരമായ കാടുകളും കാട്ടുജീവികളും ഉണ്ട് കേട്ടോ. എൻ്റെ പോലെ ഒരു 10-30 ആനകളുടെ കൂട്ടം തൊട്ടപ്പുറയൊക്കെ എല്ലാവരും അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അത് തട്ടിയെടുത്ത് പോയതാ. ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. കൊടുങ്കാടാണ്, കൊടുങ്കാട് പ്ലസ് ബോർഡർ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വലിയ കാര്യമായ അതിർത്തി തർക്കങ്ങളില്ലാത്തതും അവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്ന പിന്തുണയും ഒക്കെ കൊണ്ടാണ് ഈ ഒരു ബോർഡർ മേഖല ഇത്ര ശാന്തമായി നിലകൊള്ളുന്നത് കേട്ടോ. വീട് ഇന്ത്യയിലും കൃഷിയിടം ബംഗ്ലാദേശിലും ആയിട്ടുള്ള പല ഗ്രാമവാസികളും ഈ ഒരു ബോർഡർ മേഖലയിൽ താമസിക്കുന്നുണ്ട്. ഈ ബോർഡർ റോഡ് 2 രാജ്യങ്ങളിലൂടെ യാതൊരു ചെക്കിങ്ങുകളും ഇല്ലാതെ കടന്നു പോകുമ്പോഴും പതുക്കെ ഇന്ത്യയുടെ ബോർഡർ കടന്ന് ബംഗ്ലാദേശിലേക്ക് കയറുമ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അഥവാ അവിടെ നിന്നെങ്ങാൻ അവർ പിടിച്ചിരുന്നെങ്കിലോ എന്നുള്ളത്. പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള നദികളെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മരപ്പാലങ്ങളാണ് കേട്ടോ ഇവിടെയുള്ളത്. ഈ മരപ്പാലങ്ങൾക്ക് മുകളിലൂടെ വലിയ ലോഡ് കയറ്റിയ ലോറികളും കടന്നു പോകും. അത്രയ്ക്ക് ഉറപ്പുണ്ട് ഈ ഒരു പാലങ്ങൾക്ക്. മഴക്കാലങ്ങളിൽ വലിയ രീതിയിൽ വെള്ളപ്പൊക്കവും ഈ ഒരു മേഖലയിൽ ഉണ്ടാവാറുണ്ട്. സൂര്യൻ അസ്തമിച്ചത് കൊണ്ടും കൂടാതെ കൊടും കാടുകൾ ചുറ്റുവട്ടം ഉള്ളത് കൊണ്ടും ഞാൻ ഇവിടെയും ബൈക്ക് നിർത്താതെ നേരെ ഓടുകയായിരുന്നു കേട്ടോ. മോശം റോഡുകൾ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിലും സ്പീഡ് കുറച്ചിട്ടില്ല. നേരെ ബാഗ്മരയിലേക്ക്. ബാഗ്മരയിലെത്തിയ നമ്മളെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കുറച്ച് നാൾ നമ്മളെ വിട്ടിരുന്ന നമ്മളുടെ മഴ അതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. അതിന് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന ഏരിയയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. കേട്ടോ മീൻകുട്ടിയൊക്കെ കുളിച്ചിരിക്കുന്നത്. നമ്മൾ ചിറാപ്പുഞ്ചി സൈഡിലാണ് ഉള്ളത്. ചിറാപ്പുഞ്ചി ഇവിടെ നിന്നൊരു എനിക്ക് തോന്നുന്നൊരു 100 കിലോമീറ്റർ മേലെ ഓടാനുണ്ട്. പക്ഷേ ഏകദേശം ആ ഒരു ഭാഗത്താണ്. അങ്ങോട്ടേക്ക് പോകുന്ന മേഘങ്ങളിൽ കുറച്ച് മേഘം ഈ ഒരു ഭാഗത്ത് വന്ന് പെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. എന്തായാലും ഉണ്ടല്ലോ ബാഗ്മരയിൽ ഇന്നത്തെ ദിവസം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നോക്കട്ടെ. ഒന്ന് ക്ലിയർ ആവുകയാണെങ്കിൽ ഞാനപ്പോൾ പുറത്തിറങ്ങാം. നമുക്കുണ്ടല്ലോ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ ഒരു മേഘാലയയുടെ എന്താ പറയുക അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ടൂറിസം മേഖലയാണിത്. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞു ഈ കണ്ടുപിടിക്കപ്പെടാത്ത കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് പോകാം കേട്ടോ. എനിക്കുണ്ടല്ലോ താമസിക്കാൻ ഇവിടെ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചുണ്ട്. ആ ചർച്ചിനോട് ചേർന്ന് ഇവർക്ക് റൂമുണ്ട്. 300 രൂപ പെർ ഡേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ റൂം തരും. അപ്പോൾ റൂമല്ല, ഒരു ബെഡ് സ്പേസ് ആണ്. അങ്ങനെ ബെഡ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഇതാണ് നമ്മളുടെ റൂം. ഇവിടെ ഉണ്ടല്ലോ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഇന്നലെ ചോറ് വാങ്ങിയിട്ട് വന്നതാണ്.
തൊട്ട് അടുത്ത് തന്നെ ഒരു കടയുണ്ട്. മഴ കുറയുന്നൊരു ലക്ഷണമില്ല കേട്ടോ, അതുകൊണ്ടോ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു മേഖലയിൽ അത്യാവശ്യം ഇങ്ങനെ തന്നെയാണ്, മഴ എപ്പോഴും തന്നെ ഉള്ളൊരു ഏരിയ. അതുകൊണ്ട് അതിനനുസരിച്ച് അക്കോർഡിംഗ് ടു നമുക്ക് പ്ലാൻ ചെയ്യാം. ഓർത്തും കൂടി എടുത്തു പോയി, കഷ്ടമായിപ്പോയി. ഇതാണ് ഇവിടുത്തെ ഒരു ചായക്കടകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇവിടെ നിന്നും ഇതുണ്ടോ ദീദി, ഇതുണ്ട് കറികൾ ഇവർ ഇതിങ്ങനെ പാക്ക് ചെയ്ത് വാഴ ഇലയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. വീഡിയോ അതുപോലെ ഇതുണ്ട് നിങ്ങൾ ഇതെല്ലാം ഇത് സ്റ്റിക്കി റൈസ് ഉണ്ടാവും, അതുകൂടാതെ നോർമൽ റൈസ് ഉണ്ടാവും. പിന്നെ ഇത് വന്നിട്ട് പന്നിയാണ്, പന്നിയുടെ കരളാണ്. ഇത് പന്നിയുടെ ഒറിജിനൽ കറിയായിരിക്കും, ഇറച്ചിയായിരിക്കും. അങ്ങനെ പല സാധനങ്ങൾ ഇവർ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിഴി കെട്ടി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും കേട്ടോ, അത് വാങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത്. ദീദി ചായ ഇതേതോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന സമയം എന്തായാലും മോശമായിരുന്നു. ഒരു 3 ദിവസത്തോളം തുടർച്ചയായിട്ട് മഴ നിൽക്കാതെ പെയ്തുകൊണ്ടേയിരുന്നു. 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മഴ ഒന്ന് കുറഞ്ഞ ദിവസം നോക്കി ഞാനിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഇനിയിപ്പോൾ നിൽക്കണ്ട, അടുത്തൊരു 5 ദിവസത്തേക്ക് ഹെവി മഴയുടെ പ്രൊഡിക്ഷനാണുള്ളത്. ഇന്നൊരു ദിവസം അത്യാവശ്യം ഒരു ക്ലിയർ വെതർ പറയുന്നുണ്ട്. ഈ ഒരു ഭാഗം ഇങ്ങനെയാണ്, അത്യാവശ്യം നല്ല മഴയുള്ളൊരു ഏരിയ ആണ്. നമ്മളിവിടെ അധികം നേരം നിൽക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം നമ്മൾ വന്ന വഴികൾ നിങ്ങൾ കണ്ടാണല്ലോ, മഡ് റോഡുകൾ വരാനുണ്ട്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. സോ ഞാൻ ഇവിടെ അധികം നിന്ന് കളിക്കുന്നില്ല, ഇവിടെ നിന്ന് ഈ ഒരു സമയത്ത് വിടുകയാണ് കേട്ടോ. സിജു കേവ്, അതുപോലെ തന്നെ വാരിച്ചോര, അങ്ങനെ പറഞ്ഞ പല ടൂറിസം കേന്ദ്രങ്ങളും അതുകൂടാതെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പല ഗുഹകളും ഈ ഒരു മേഖലയിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നല്ല കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകുന്നത് സേഫ് ഉള്ളൂ. അല്ല എങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ കുടുങ്ങി പോകാനുള്ള ചാൻസസ് ഈ ഒരു മേഖലകളിലുണ്ട്. പ്രധാനമായിട്ടും ഈ മേഘവീഴ്ചകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ, അതുപോലുള്ള മേഘവീഴ്ചകൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ഏരിയയാണിത്. പിന്നെ റോഡുകൾ, മെയിൻ ഹൈവേ കണക്ട് ചെയ്യുന്ന റോഡുകൾ പലതും വളരെ മോശമുള്ളതാണ്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായിട്ട് മാറുമേ. തിരിച്ച് ഗുവാഹട്ടിയിലേക്ക് പോകേണ്ട വഴികൾ വലിയ കാടുകൾ നിറഞ്ഞതാണ്. അവിടെ എവിടെയും മൊബൈൽ നെറ്റ്വർക്കുകളും കിട്ടില്ല എന്നുള്ളത് വളരെ വലിയ വെല്ലുവിളിയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നായിട്ടുള്ള നമ്മുടെ സ്വന്തം ബ്രഹ്മപുത്ര നദിയെ ക്രോസ് ചെയ്ത് നമ്മൾ നദിയുടെ വടക്കേ തീരത്തേക്കാണ് പോകുന്നത്. ആ ഒരു ഭാഗത്താണ് നമ്മളുടെ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യമൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം നമ്മളുടെ യാത്ര അങ്ങോട്ടേക്കാണ്. രാവിലെ മുതലേ ഓട്ടമാണ്. ഇതുണ്ട് നിങ്ങൾ, മഴ നമ്മളെ വിടാതെ പുറകെ ചേസ് ചെയ്ത് പിടിക്കുകയാണ്. ഞാൻ ഗുവാഹട്ടിയിൽ നിന്ന് നേരെ തിരിഞ്ഞ് കയറിയേക്കുന്ന ഈ റോഡ് നേരെ ഭൂട്ടാനിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ നമ്മൾ ഭൂട്ടാനിലേക്കല്ല പോകുന്നത്. ഇപ്പം നമുക്കുണ്ടല്ലോ ഇവിടെയും താമസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അന്തി ഉറങ്ങാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് സെൻറ്റ് സേവിയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്കൂള്. ഇതിപ്പോൾ മലയാളി അച്ഛന്മാർ തന്നെ നടത്തുന്ന സ്കൂളാണ്. നമ്മുടെ ലിജോ അച്ഛനില്ലേ, ലിജോ അച്ഛൻ്റെ പരിചയത്തിലുള്ളത് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പരിചയക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, അതൊരു ഹെൽപ്പായി മാറി. ഇപ്പോൾ ആ പോയ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, BP എന്ന് എഴുതി, അത് ഭൂട്ടാൻ്റെ വണ്ടിയാണ്. ഭൂട്ടാനിൽ നിന്ന് വണ്ടി കൊണ്ട് ആളുകൾ ഇങ്ങോട്ടേക്കൊക്കെ കയറി വരിക. എന്തായാലും നമുക്ക് ഇന്ന് മഴയ്ക്ക് മുമ്പൊന്ന് അവിടെ എത്താനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വിട്ടുപിടിക്കുന്നത്. അവിടെ പോയി വണ്ടിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഭൂട്ടാൻ്റെ ബോർഡറിലേക്ക്, എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 30 കിലോമീറ്റർ കണ്ട് ഇവിടെ നിന്നുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ചധികം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഭൂട്ടാനിലേക്കുള്ള മെയിൻ റൂട്ടിൽ നിന്ന് കുറച്ചൊരു ഡീവിയേഷൻ എടുത്ത് ഉള്ളിലേക്കാണ്. ഇവിടെ ഉള്ളത് മൊത്തം പാടങ്ങളാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞു. അങ്ങ് ദൂരെ ആയിട്ടുണ്ടല്ലോ നമുക്ക് ഭൂട്ടാനിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു, ഹിമാലയൻ മലനിരകളുടെ ഒരു വേലിക്കെട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറ തിരിയില്ല, പക്ഷേ കണ്ണുകൊണ്ട് നല്ലപോലെ തിരിയുന്നുണ്ട് കേട്ടോ. സെൻറ്റ് സേവിയർ ഹൈസ്കൂൾ കാത്തലിക് ചർച്ചൊക്കെ ഇവിടെയുണ്ട്. ടീച്ചേഴ്സാണെന്ന് തോന്നുന്നു. ഇവർ സ്കൂളെല്ലാം കഴിഞ്ഞ് ഇവർ റിട്ടേൺ പോവുകയാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ജോമനച്ചൻ. ഹായ്. നാട്ടിൽ ആലപ്പുഴ, ചേർത്തല. എത്ര വർഷമായി ഇവിടെ? 1 വർഷമാവുന്നു. ഓക്കെ. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഇന്നലെ വന്ന് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് വണ്ടിയൊക്കെ കൊണ്ടുപോയി കഴുകിയതിന് ശേഷം ജസ്റ്റ് നമ്മളുടെ മുമ്പിൽ കാണുന്ന ആ ഒരു മല ഭൂട്ടാനാണ്. അപ്പം ജോമാനച്ഛനും അച്ഛൻ്റെ കൂടെ തന്നെ ഇവിടെ ഫിലിപ്പച്ചനുണ്ട്. ഞാൻ റിട്ടേൺ പോയിട്ട് അച്ഛനും കാണിച്ചു തരാം. കേരള സ്റ്റൈൽ ഫുഡെല്ലാം കഴിച്ചു. ഇപ്പം ജസ്റ്റ് നമ്മൾ ശരിക്കും എവിടെയാണ് പോകുന്നത്? അന്ന് മാർക്കറ്റിലായിട്ട് പോവാണ്. ഇതൊക്കെ മൊത്തം ഇതല്ലേ, നെൽപ്പാടങ്ങളല്ലായിരുന്നു ഇത്?
ഓക്കെ, എന്തായാലും ഇവിടെ നിന്നുണ്ടല്ലോ ജസ്റ്റ് 20 കിലോമീറ്റർ അടുപ്പിച്ചല്ലേ ഉള്ളൂ ഭൂട്ടാനിലേക്ക്? 25 കിലോമീറ്റർ. അപ്പം നമുക്കുണ്ടല്ലോ നാളെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഭൂട്ടാനിലോട്ടൊക്കെ ആയിട്ട് പോവാം. ഈ സ്ഥലത്തിൻ്റെ എക്സാക്ട് പേരെന്താ? തമൽപൂർ. തമൽപൂറിൻ്റെ കാഴ്ചകളായിരിക്കും കേട്ടുണ്ടാവുക. ഇന്നലെ ഉണ്ടല്ലോ ഞാൻ വന്നതിന് ശേഷം മഴ പെയ്തില്ല, പക്ഷെ ഫുള്ള് മൂടലായിരുന്നേ. പക്ഷെ ഇന്നത്തെ ദിവസം ഒരു തെളിവ് വന്നിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് മൂടിക്കെട്ടി വരുന്നുണ്ട്, വീണ്ടും തെളിച്ചം വരുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് പതുക്കെ ചൂടിലേക്ക് കാലാവസ്ഥ ഇങ്ങനെ മാറുന്ന ഒരു ടൈമാണ് കേട്ടോ. അങ്ങ് മുമ്പിലായിട്ട് നമ്മളുടെ ഭൂട്ടാൻ്റെ സൈഡിലൊക്കെ മഴയുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് അവിടുത്തെ മലയുടെ മേലേക്ക് ഒരുപാട് മഴമേഘങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഭൂട്ടാനിലേക്ക് ഒരു 2 കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് നമുക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റും എന്നാണ് അറിഞ്ഞത്. നോക്കട്ടെ. പിന്നെ അതിനൊരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം വേണ്ടത് RC ബുക്ക് വേണമല്ലേ? കുറച്ചില്ല, നമുക്ക് RC ബുക്ക് ഇല്ല. എൻ്റെ RC ബുക്ക് ഇനിയും MPDയുടെ അടുത്തുനിന്ന് പ്രിൻ്റ് എടുത്തിട്ട് ഇനിയും നമ്മുടെ അഡ്രസ്സിലോട്ട് വന്നിട്ടില്ല. നമ്മളീ പോകുന്ന റോഡ് നേരെ ഭൂട്ടാനിലേക്കാണ് ചെന്ന് കയറുക. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സ്ഥലത്തിന് ബോഡോലാൻഡ് എന്നാണ് പറയുക. ബോറോ എന്ന് പറയുന്ന ആ ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന ഏരിയ. നിങ്ങളുണ്ടല്ലോ ഈ ബോഡോ തീവ്രവാദികളെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലായിരുന്നോ? അതൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മളൊരു 2.5 വർഷം മുമ്പ് ഇതേ ഒരു ഏരിയയിൽ ലാൽപാനി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ എന്നിട്ട് ബണ്ണി ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നു. നോക്കും സംതിങ് അവരുടെ കൂടെ നമ്മൾ ബിഹു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തന്നെ ഏകദേശം ഇപ്പുറത്തെ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു സ്ഥലമേ. പിന്നെ ഈ ഒരു ഭൂട്ടാനിലേക്ക് പല സ്ഥലത്തു നിന്നുള്ള എൻട്രികളുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഈ ഒരു ആസാമുമായിട്ട് ക്രോസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എൻട്രിയാണ്. അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇഷ്ടം പോലെ മിലിറ്ററി ക്യാമ്പുകളുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഭൂട്ടാൻ വേറെ രാജ്യമാണ്. അതിൻ്റെ തൊട്ടപ്പുറയായിട്ട് ഭീഷണിയായിട്ട് ചൈനയുണ്ട്. ഇത് കണ്ടില്ല, ഇതിപ്പോൾ മിലിറ്ററി വണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാനൊക്കെ ആയിട്ട് ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരുപാട് ക്യാമ്പുകൾ ഈ ഒരു ഭാഗത്തുമുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ. പക്ഷേങ്കിൽ ഇവിടുത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ ആഴ്ചയിലാണ് മാർക്കറ്റ് വരിക. ഇവിടെ ഇന്നും മാർക്കറ്റ് ദിവസമല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാണാനായിട്ട് ഒന്നുമില്ല കേട്ടോ, തൂണുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വന്ന കാര്യം നടന്നു. നമ്മൾ കുറച്ച് ബണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഈ ഒരു ബോഡോലാൻഡിനുണ്ടല്ലോ ഇവർക്കൊരു പ്രത്യേക ഭരണ കൗൺസിലൊക്കെ ഉണ്ട്. ശരിക്കും ഇവർക്ക് ഇവരുടേതായ ഒരു സ്വയംഭരണ ഏരിയ വേണം എന്ന് പറഞ്ഞിട്ടാണ് മുമ്പ് ആ ഒരു വിഘടനവാദമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ആസാമിലുള്ള ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഒരു ഭൂട്ടാനുമായിട്ട് ചേരുന്ന ആ ഒരു അതിർത്തി പങ്കിടുന്ന മേഖലയിലുള്ള ജില്ലകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ ബോഡോലാൻഡ് കൗൺസിൽ രൂപീകരിച്ചു. അപ്പോൾ അവരുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത് ഈ കൗൺസിലാണ് കേട്ടോ. നമ്മളുടെ ഭൂട്ടാൻ പതുക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. ആക്ച്വലി ഇന്ന് നമുക്ക് ഭൂട്ടാനിലേക്ക് പോകാനുള്ള പ്ലാനുകൾ ഒന്നുമില്ല. നാളെ നമ്മൾ പോകുള്ളൂ. ഇന്ന് ജസ്റ്റ് ഇവിടെ അടുത്ത് ഏതോ ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ആ ഒരു പുഴ കാണിച്ചു തരാൻ വേണ്ടി. അല്ലേ, പുഴയിലല്ലേ? ഇത് തന്നെയാണ് പുഴ. ഈ കാണുന്ന പുഴയാ. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നത് പുഴയാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് വെള്ളമൊന്നുമില്ലല്ലോ. മഴക്കാലത്ത് വെള്ളം വരുന്നത്. നമ്മളുടെ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ ഭാഗമൊക്കെ കാണിക്കാവേ. സ്കൂളിൻ്റെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ടല്ലോ മഴയാകുന്ന സമയത്ത് വെള്ളം കയറും. ഇവിടുത്തെ പുഴയിലൊക്കെ അങ്ങനെ വെള്ളം കയറുന്നതാണ്. മഴ മാത്രമല്ല, ഈ മഞ്ഞുരുക്കുന്ന സമയത്ത് വരുമോ? ഇല്ല. മഞ്ഞുരുക്കൽ പ്രശ്നമില്ല കേട്ടോ, മഴയാണ് വലിയ പ്രശ്നം. അങ്ങ് ദൂരെയായിട്ടല്ലേ. നമുക്ക് ഈ ഒരു പുഴയുടെ തീരത്തൊക്കെ ഉണ്ടല്ലോ ആർമി ക്യാമ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് കേട്ടോ നമുക്കിവിടെ താമസിക്കാൻ കിട്ടിയ മുറി. ഇവിടെ അച്ഛന്മാരുടെ കൂടെ തന്നെയാണ് ഞാനും താമസിക്കുന്നത്. മീനുക്കുട്ടിക്ക് പറ്റിയൊരു പാർക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സെൻറ്റ് സേവിയേഴ്സ് സ്കൂള്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്കൂൾ സ്ഥാപിച്ചതാണ്. ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ 10ാം ക്ലാസ് വരെ ക്ലാസ് ഉണ്ട്. അതിനുശേഷം അവിടെ പുതിയൊരു ഹയർ സെക്കൻഡറി ബിൽഡിങ്ങും പണിതിട്ടുണ്ട്. അതുകൂടാതെ ഉണ്ടല്ലോ ഇതാണ് നിങ്ങൾ നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ ശൈലിയിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു പരിചയിച്ച രീതിയിലുള്ള ഒരു പള്ളിയും ഇവിടെയുണ്ട്. ഇതൊരു ഡയാസിസിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളും അതുപോലെ തന്നെ പള്ളിയുമാണ്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. ഇന്ന് നല്ല ക്ലിയർ വെതറാണ്. ഇതുകൊണ്ട് നിങ്ങൾ നല്ല സൂര്യനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഭൂട്ടാൻ്റെ സൈഡിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പോകുമ്പോഴേ ഒരു മടിയുണ്ട്. കാരണം നമ്മുടെ വണ്ടിയുടെ RC ഇല്ലാത്തതുകൊണ്ട് അവർ കയറ്റി വിടുകയോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട് കേട്ടോ. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാമല്ലോ, ട്രൈ ചെയ്യാമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫിലിപ്പാദർ. ഫാദർ നാട്ടിലെവിടെയായിരുന്നു ഫാദറെ? ഞാൻ അർത്തുങ്കൽ പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അവർക്ക് ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ നോർത്ത് ഈസ്റ്റിലായിട്ട് 24 വർഷമായി. 24 വർഷമായിട്ട് നോർത്ത് ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളുണ്ട്. അച്ഛൻ ശരിക്കും ഡയാസിസിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഓരോ സ്ഥലത്തേക്ക് മാറി മാറ്റം വരുമോ? മാറ്റം ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്.
ഓക്കെ, എന്തായാലും ഇവിടുത്തെ കുറേ വിശേഷങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഇവരുടെ കൂടെ ആയിരിക്കും ഉണ്ടാകുന്നത്. നമുക്കിവിടെ ഭൂട്ടാൻ വരെ പോകാനേ RC ഒറിജിനൽ വേണം നിർബന്ധമുണ്ടോ? RC ഒറിജിനൽ വേണമെന്ന് നിർബന്ധമില്ല, ലൈസൻസ് ആയാൽ മതി. ലൈസൻസ് മതി. ലൈസൻസ് ഉണ്ടോ നമ്മുടെ കയ്യിൽ?